തിരുവനന്തപുരത്ത് വെള്ളനാട്, കാട്ടാക്കട, വിളപ്പിൽശാല ഒരു ത്രികോണം പോലെയാണ്. അതിൻ്റെ നടുവിലായിട്ട് ഏതാണ്ട് വരും നെടിയവിള, ഉറിയാക്കോട്, നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ. അവിടെ കഴിഞ്ഞ 21 ദിവസമായി ശ്രീ വി കെ മോഹനൻ തിരുവനന്തപുരത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ദേശഭക്തി ഗാനങ്ങളുടെ ഒരു പ്രത്യേക സംഘമുണ്ട്, സബർമതി. KP ഉദയഭാനു സാറിൻ്റെ ശിഷ്യത്വത്തിലുള്ള ഒരു സംഗീത സംഘമാണ്. സബർമതിയുടെ പ്രസിഡൻ്റാണ് ശ്രീ വി കെ മോഹനൻ. കൂടാതെ കേരള ഗാന്ധി സ്മാരക നിധിയുടെ സജീവ പ്രവർത്തകനാണ്, കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം 21 ദിവസമായി ഉറിയാക്കോട് പൂമലയിലുള്ള നെടിയവിളയിലുള്ള നേച്ചർ ലൈഫിൽ അന്തേവാസിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം, രസകരമായ അനുഭവത്തിലൂടെ നമുക്കിന്നൊന്ന് സഞ്ചരിക്കാം. നേച്ചർ ലൈഫിൻ്റെ എല്ലാവർക്കും വേണ്ടി സാദരം സ്വാഗതം. അപ്പോൾ എന്താണ് ഈ വിശ്രമമില്ലാതെ ഓടി നടന്നിരുന്ന ശ്രീ വി കെ മോഹനൻ ഇവിടെ വന്നിങ്ങനെ ഒതുങ്ങിക്കൂടാൻ കാരണം? ഇവിടെ വരാനുണ്ടായ സാഹചര്യം, നിരന്തരമായ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ച് അതിൻ്റെ ദോഷഫലങ്ങൾ എൻ്റെ ആരോഗ്യത്തെ ബാധിച്ച സമയത്ത് എനിക്ക് അത് ഈ രംഗത്തോട്ട് ചികിത്സയിലേക്ക് വരണമെന്ന് തോന്നിയത് നമ്മുടെ ജേക്കബ് പുളിക്കൻ എന്ന ഒരു ഗാന്ധിമാർഗ പ്രവർത്തനം, അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും പ്രവർത്തകനും ഒക്കെയാണ് അദ്ദേഹം വർഷങ്ങളായി പലപ്പോഴും നമ്മുടെ ഈ ഭക്ഷണത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളോ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കൊണ്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പലതവണ പല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പലതവണ ജേക്കബ് വടക്കാഞ്ചേരി സാറിനെ കുറിച്ച് പറയാറുണ്ട്. സാറ് അവിടെ ഗാന്ധി സ്മാരകഗതിയിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എങ്കിലും പിന്നീട് സാറിൻ്റെ പ്രവർത്തനങ്ങളോ അവിടുത്തെ ക്ലാസ്സുകളൊക്കെ പലതവണ കേൾക്കാനിടയായി. അങ്ങനെ കേട്ട എനിക്ക് എന്തായാലും ഇതൊരു നല്ല വഴിയാവും എന്ന് തോന്നിയത് കൊണ്ടാണ്. ആ സമയത്ത് വരെയുള്ള നമ്മുടെ ജീവിത രീതിയിൽ മരുന്നുകൾ, രോഗം, ദുരിതം, ആ ഭാഗം എങ്ങനെയായിരുന്നു? അത് ഞാൻ വളരെ ചെറുപ്പം മുതലേ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. എന്തൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു? രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമായിരുന്നു. കോൺഗ്രസിൻ്റെ ഏതെല്ലാം സ്ഥാനങ്ങളിലുണ്ടായിരുന്നു? അതിൻ്റെ ചെറുപ്പകാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ് എസിൻ്റെ പ്രവർത്തനത്തിലേക്ക് വന്നു. വളരെ കാലം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അതെ. പിന്നീട് 5 വർഷം ഞാൻ KSFയുടെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. അതെ. അങ്ങനെ നിരന്തരമായി പൊതുരംഗത്ത് ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ സമയത്ത് തന്നെ ഗാന്ധിയൻ ദർശനങ്ങളും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരിതാണ്. പിന്നീട് എന്തുകൊണ്ടോ രാഷ്ട്രീയം എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നി പൂർണ്ണമായി രാഷ്ട്രീയ പ്രവർത്തനം ഒഴിവാക്കുകയും മുഴുവൻ സമയ ഗാന്ധിമാർഗ പ്രവർത്തനത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കാറില്ല, ഭക്ഷണ രീതികളെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. എവിടെ നിന്ന് എന്ത് കിട്ടിയാലും കഴിക്കും, അമിതമായി ചായ കഴിക്കും. അതോടൊപ്പം മിക്കവാറും ഒരു എണ്ണയിൽ പൊരിച്ച വടയോ പഴംപൊരിയോ എന്തെങ്കിലും കഴിക്കുന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന ആഹാരം സമയക്രമമല്ലാതെ എന്തും കഴിക്കും. പക്ഷേ അന്നും ഞാൻ മാംസഭക്ഷണം കഴിക്കാറില്ല. ഇങ്ങനെ കഴിച്ചുവെന്ന് എനിക്ക് ക്രമാതീതമായ ഷുഗർ കൂടി വന്നു. അപ്പോൾ അങ്ങനെ കൂടി വന്ന സമയത്ത് അത് കുറേ നാൾ കൊണ്ടു കിടന്നു. ഏതാണ്ട് ഒരു 15 വർഷത്തോളം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു. PRS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് 2 ബ്ലോക്ക് ഉണ്ടെന്നറിയുന്നത്. അങ്ങനെ ആ 2 ബ്ലോക്ക് നീക്കം ചെയ്തതിന് ശേഷം പിന്നീട്
നിരന്തരമായി മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഷുഗർ പിന്നെ ഓരോ തവണ പോകുമ്പോഴും ക്രമാതീതമായി കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഓരോ തവണ ചെല്ലുമ്പോഴും ഷുഗർ കൂടുമ്പോൾ ഒരു ഗുളികയ്ക്ക് എഴുതിത്തരും, കൂടിയ വേറൊരു ഗുളിക എഴുതിത്തരും. അങ്ങനെ 7ഓളം നിലവിലുള്ള ഗുളിക കൂടാണ്ട് പുതിയ ഗുളികയായിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഒരു 7ഓളം ഗുളികകൾ ഈ ഷുഗറിന് മാത്രമായി ഞാൻ കഴിച്ചിരുന്നു. അതുകൂടാതെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്. ആ ഷുഗർ കൂടിയതിൻ്റെ ഫലമായി ഒരു 3 വർഷം മുമ്പ് എനിക്ക് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 1.8 ആയി. അപ്പോൾ അതിനർത്ഥം കിഡ്നിക്ക് തകരാറ് തുടങ്ങിയത്. അപ്പോൾ അത് ഡേഞ്ചറസ് ആണെന്ന് കണ്ടിട്ട് എന്നെ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 3 വർഷമായി നെഫ്രോകൈൻ്റെ എന്നൊരു ഗുളിക സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി ഓരോന്ന് വീതം. അപ്പോഴും അത് കുറയുന്നില്ല. അപ്പോൾ ഈ ക്രിയാറ്റിൻ എന്ന രോഗം മൂർച്ഛിച്ചാലുണ്ടാകുന്ന അവസ്ഥയും കിഡ്നിയുടെ അസുഖം വന്നാലുണ്ടാകുന്ന ദുരിതങ്ങളും എനിക്കറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായും ഭയന്നു. ആ സമയത്താണ് ഗാന്ധി സ്മാരകത്തിൽ വെച്ച് തളർച്ച വന്നാണ്. അപ്പോൾ ആദ്യം സാറ് വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പൾസ് നോക്കിയിട്ട് കൃത്യമായി പറഞ്ഞു ഹാർട്ടിന് ഒരു പ്രോബ്ലവും ഇല്ല. ഏതായാലും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കണ്ടു. എന്നെ ചികിത്സിച്ച ഡോക്ടർ തന്നെ കണ്ടു. അതെ, ആ ഡോക്ടർ തന്നെ കണ്ടു. അദ്ദേഹം ഉടനെ തന്നെ ECG എഴുതി. ECG എടുത്തപ്പോൾ പെർഫെക്റ്റാണ്. ECG സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല. ഈ ഷുഗർ പെട്ടെന്ന് താഴ്ന്നതിൻ്റെ പേരിലുണ്ടായ തളർച്ചയാണ്. അങ്ങനെ ഞാനിവിടെ വന്ന് 5-ാം ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ അത്ഭുതകരമായി 1.8 എന്നുള്ളത് 1.58 ആയിട്ട് കുറഞ്ഞു. ക്രിയാറ്റിൻ കുറഞ്ഞു. സാധാരണ ഒരു 28 ദിവസം കൊണ്ടാണ് ക്രിയാറ്റിൻ കുറയുക. അതോടൊപ്പം തന്നെ എൻ്റെ ഷുഗറിൻ്റെ ലെവലും താഴാൻ തുടങ്ങി. 363 വരെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ. അത് പിന്നെ അത് മാത്രമല്ല, ഓരോ ഗുളികയായിട്ട് നിർത്തി ഇപ്പോൾ ഒരു ഗുളികയിൽ മാത്രമായപ്പോൾ ഏതാണ്ട് നോർമലിലെത്തി. ഇപ്പോൾ ഈ 7 ഗുളിക ഒന്നിച്ച് നിർത്തിയില്ല. ഇല്ല, പിന്നെ 21 ദിവസം കൊണ്ട് പതുക്കെ ഓരോന്നോരോന്നായിട്ട് നിർത്തി. ഇപ്പോൾ ഒരു ഗുളികയെ കഴിക്കുന്നുള്ളൂ ഷുഗറിൻ്റെ. അപ്പോൾ ആ 6 ഗുളിക ഒഴിവായി. അപ്പോൾ എനിക്ക് പിന്നെ ഇവിടുത്തെ ചികിത്സയിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വന്നത് ആഹാരം തന്നെയാണ് സർവ്വരോഗങ്ങൾക്കും കാരണം. ആഹാരം അമിതമായി കഴിക്കാതിരിക്കുക, പ്രകൃതിദത്തമായ ആഹാരം അവനവൻ്റെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ കഴിക്കുക. പ്രകൃതിദത്തമായതുകൊണ്ട് മാത്രമായില്ല, അവനവൻ്റെ ശരീരത്തിന് ഇണങ്ങണം. അവനവൻ്റെ ശരീരത്തിന് ഇണങ്ങുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള ആഹാരം ഇവിടെ നിന്ന് 21 ദിവസമായി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ മറ്റ് കാര്യങ്ങൾ, ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടറായാലും അവരുടെ സമീപനം ഒക്കെ രോഗം വളരെ വേഗം കുറയ്ക്കും. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയാണ് വലുതെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന്, അതുകൊണ്ട് ഈ അമിതമായി ഭക്ഷണം കഴിക്കുന്നവർ ഇത് എന്നെപ്പോലുള്ളവരുടെ അനുഭവം മനസ്സിലാക്കി അത് ഒരു തമാശയായിട്ട് എടുക്കാതെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. ആ ജീവിതം ആരോഗ്യം ഇല്ലെങ്കിൽ അതുകൊണ്ട് അത് വ്യർത്ഥമാണ്. മാത്രവുമല്ല എൻ്റെ അസുഖങ്ങൾ, എനിക്കുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം കുറഞ്ഞു എന്നുള്ളത് വേറൊരു സൈഡ്. അതോടൊപ്പം ഞാനിവിടെ വരുമ്പോൾ 78 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ 73 കുറഞ്ഞു. 5 കിലോ വെയിറ്റ് എനിക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ ആ 5 കിലോ ശരീരഭാരം കുറയുമ്പം തന്നെ നമുക്ക് ശാരീരികമായ ഒരു ഉന്മേഷവും പിന്നെ ആ ബുദ്ധിമുട്ടും ഒക്കെ ഇപ്പോൾ മാറിക്കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഉന്മേഷം,
ഉന്മേഷം വന്നു എന്ന് അതെ പറഞ്ഞത്. അതെ അതെ ഉറക്കം ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവണം. ഉറക്കമുണ്ട്, നല്ല ഉറക്കമുണ്ട്. ഞാൻ ഇടയ്ക്കൊന്നുകൂടെ പറയട്ടെ, ഞാനൊരു 4 വർഷത്തോളം ഉറക്ക ഗുളിക കഴിച്ചാണ് ഉറങ്ങിയിരുന്നത്. ഇന്ന് ഞാൻ ഉറക്ക ഗുളിക ഒന്നും കഴിക്കുന്നില്ല. ഇവിടെ വന്നിട്ടാണോ നിർത്തിയത്? അതൊക്കെ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അത് കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ കഴിച്ചിട്ടേ ഇല്ല, കഴിച്ചിട്ട്. അല്ലാതെ ഉറക്കം എങ്ങനെയുണ്ട്? നല്ല ഉറക്കം. ഇപ്പോൾ ഞാൻ എങ്ങനെ പോയാലും മുമ്പ് ഞാൻ ഉറങ്ങുന്നത് ഒരു 11-11:30 മണിക്കാണ്. ഇപ്പോൾ എനിക്ക് ഒരു 10 മണിക്ക് മുമ്പ് ഉറങ്ങാൻ കഴിയും. 9:30-ക്കൊക്കെ ഉറങ്ങാൻ. മുമ്പ് കിടന്നാലും ഉറങ്ങൂലായിരുന്നോ? ഇല്ല, ഉറക്കം വളരെ കുറവായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് പിന്നെ എപ്പോഴോ ഒന്നും ഉറങ്ങിയാലായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും മാറി. ശോധനയുടെ കാര്യത്തിൽ എന്തായിരുന്നു? ശോധന പിന്നെ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശോധനയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെ മുറുകി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ല, സ്മൂത്താണ്. പിന്നെ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ ഞാൻ കാണുമ്പോൾ സ്വന്തമായിട്ട് അന്തസ്സുള്ള ഒരു കൊട്ടവയറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ മോഹനം വി.കെ. മോഹൻ്റെ അനുജനാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും, ആളുകൾക്കുണ്ടാവും. അതോ മെലിഞ്ഞു പോയല്ലോ, അയ്യോ ഇതെന്താ പറ്റിയേ, പ്രമേഹം പിടിച്ചോ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരു അവസ്ഥയും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നല്ല വ്യത്യാസമായി, ആള് സുമുഖനും സുന്ദരനുമായിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ച് ആരോഗ്യത്തിന് ഹാനികരമായ അവസ്ഥ ഉണ്ടാക്കാതെ പ്രകൃതി നമുക്ക് കനിഞ്ഞരളിയ ഭക്ഷണ രീതി നമ്മൾ ശീലിക്കുക, ഭക്ഷണക്രമത്തിലൂടെ ആരോഗ്യം നിലനിർത്തുക, അതോടെ സന്തോഷത്തിലേക്കും നമ്മൾ ഉന്മേഷത്തിലേക്കും കടക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്ന് ഇത്രയും കുറച്ച് ദിവസങ്ങളിൽ നിന്നില്ലായിരുന്നെങ്കിൽ ഭക്ഷണത്തിലൂടെ രോഗം മാറുമെന്നുള്ളതിനെ വിശ്വസിക്കുമായിരുന്നു? ഇല്ല, അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായും അനുഭവം കൊണ്ട് തന്നെ. മാത്രമല്ല, ഒരു ദിവസം നമ്മൾ പലയിടത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, പല ഹോട്ടലുകളിൽ നിന്ന്. ഈ പൊതുപ്രവർത്തനമായതുകൊണ്ട് വീട്ടിൽ പോയി കൃത്യമായി കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കിട്ടുന്ന ഭക്ഷണത്തിൽ പലതരം പിന്നെ വിഷമയമായ പിന്നെ രാസപദാർത്ഥങ്ങൾ ആ ഭക്ഷണത്തിൽ ചേർത്തിട്ടുണ്ടാകാം. രുചിക്ക് വേണ്ടി അജിനോമോട്ടോ പോലെയുള്ള സാധനങ്ങൾ അങ്ങനെ പലതും ചേർത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ പലതരം രോഗങ്ങൾ. മറ്റൊന്ന്, എനിക്ക് പണ്ട് അൾസറുണ്ടായിരുന്നു. അൾസറിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു. അതെ അതെ, അതും ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. പിന്നൊന്ന് പറയാനുള്ളത്, ഗ്യാസ് ട്രബിൾ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്ന ഒരു രോഗമായിരുന്നു. ഈ ഗ്യാസ്ട്രോയ്ക്ക് ഡോക്ടർ എഴുതി തന്നതനുസരിച്ച് എനിക്ക് ദിവസവും വൈകുന്നേരം ആകുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ എരിഞ്ഞ് താഴോട്ട് വരും. അപ്പോൾ ഇത്തിരി ചൂടുള്ള വെള്ളം ഒന്നും കുടിക്കാൻ ഒക്കില്ല, ഇവിടെ എല്ലാം എരിഞ്ഞ് താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അന്ന് ഗുളിക നിർത്തി. ഇതുവരെ ആ ഗുളിക കൃത്യമായി വൈകുന്നേരം കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് അത് കഴിക്കണം. രാത്രിയിൽ ഇവിടെ എരിച്ചിലുണ്ടാവും. ഇപ്പോൾ ആ പ്രോബ്ലമേ ഇല്ല. എനിക്ക് ഇതുവരെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗ്യാസും പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടേ ഇപ്പോൾ നമ്മുടെ നേച്ചർ ലൈഫ് ടി വിയിൽ ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിലും അങ്ങോട്ട് ആളുകൾക്ക് വിശ്വാസമാണില്ല. ഇത് ശരി തന്നെയാണ്. അജ്ഞത കൊണ്ടാണ് കാര്യം. അനുഭവം ഉണ്ടെങ്കിലേ അറിവ് വരുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിച്ചറിയണം. കാരണം വേറൊരു കാര്യമുള്ളത്, ഈ വി.കെ. മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുപ്രവർത്തനം കൂടി ആയിട്ട് തിരുവനന്തപുരം നഗരമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ, പ്രതികരണ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും അറിയണ ഒരാളാണ്. തീർച്ചയായും. നമ്മളിങ്ങനെ സാധാരണ ഒരു പാവത്താനെ പോലെ നടക്കുമെങ്കിലും ആളങ്ങനെയൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം. വളരെ ഉയർന്ന നേതാക്കന്മാർ തുടങ്ങിയിട്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ നിരവധി ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്. 20-ലധികം ഡോക്യുമെൻ്ററികൾ, അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ. അതെ അതെ അതെ. അപ്പോൾ ആർക്കെങ്കിലും കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് അറിയണമെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് പറയാനായിട്ട്. 9474542231. ഓക്കെ. അപ്പോൾ പ്രകൃതി ജീവന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാൻ വി.കെ. മോഹൻ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം ഇടയാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.
അദ്ദേഹത്തിൻ്റെ കൂടെ സജീവമായ പ്രവർത്തനം, പിന്തുണ, സഹകരണമൊക്കെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് സിറ്റിയിൽ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഉണ്ടാകുന്നത് ചെറിയൊരു കാര്യമല്ല. കുറേ കൂടെ പ്രകൃതി ജീവനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനും കൂടെ ചേർന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവം പങ്കുവച്ചതിന് എല്ലാവരുടെയും പേരിൽ, പ്രേക്ഷകരുടെ പേരിൽ പ്രത്യേകിച്ചും നന്ദി. നമസ്കാരം.